അപ്പോഴേതാ നമ്മൾ നല്ല ബീഫും ചൂട് പൊട്ടും ബീഫ് വരട്ടിയത്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പെരുന്നാളിന് കിട്ടിയ ഇറച്ചി ഒന്ന് വരട്ടാന്ന് വിചാരിച്ചു. ബീഫാണ്. അപ്പം ബീഫ് നമുക്ക് കുക്കറിൽ വരിയിടാം. ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ. ഇനി ഇതിന് നമുക്ക് കൈ കൊണ്ട് തിരുമിയൊന്നും ഇല്ലാണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അത് കുക്കറിൽ കുത്തൊക്കെ കേൾക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുക്കർ ഇങ്ങനെ ഇവിടെ കിടന്ന് കുത്തൊക്കെ കേൾക്കുന്ന സമയത്തിന് നമുക്ക് വേറൊരു ജോലി ചെയ്യാം. അതായത് ഇത് ഈത്തപ്പഴവും ഉള്ളിയും കൂടെ വേവിച്ചത് അതൊരു അച്ചാറാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കടുക്, നമ്മുടെ കടുകും ഉലുവയും കൂടെ വറുത്ത് അതിനൊന്ന് പൊടിച്ചെടുക്കാം. കടുകും ഉലുവയും കൂടെ വറുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ അതിനകത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും മൂപ്പിച്ച് വെച്ച് അരച്ചത് കുറച്ചൊരിച്ചിരി ഇട്ട് ഒന്ന് മൂപ്പിക്കണം. അത് മൂത്തപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ കൊടുക്കാം. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കായപ്പൊടി ഇത്രയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ഉള്ളി കുറച്ചുള്ളി ഇട്ടിട്ടുള്ള അതും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഇച്ചിരി വിനാഗിരി വീട്ടി കൊടുക്കുക. നമ്മളെ ഈത്തപ്പഴ അച്ചാർ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കണം. ഇതിനെക്കാളും നല്ലതിലേക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളൊരു കമൻ്റ് ഇടുക. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഇനി തീ ഓഫ് ചെയ്യാം.
ബീഫ് വരട്ടാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് ഇനി എണ്ണ വീത്തി കൊടുക്കാം. എണ്ണ വീത്തി കൊടുത്ത് ഇനി അത് ചൂടാകുമ്പോൾ നമുക്കതിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് പച്ചമുളകും ഇട്ട് ഇനി അതിൽ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ നല്ല വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ബീഫ് തട്ടി കൊടുക്കാം. ബീഫും അതിൻ്റെ വെള്ളം എല്ലാം കൂടെ ചേർത്ത് തട്ടി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം വറ്റി വരട്ടെ. അപ്പം നമ്മളെ ബീഫ് വരട്ടിയതോടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കരിയേപ്പില ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെ ഈ ബീഫ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പൊറോട്ടയോ പുട്ട ഇടിയപ്പോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോണത് പുട്ടിൻ്റെ കൂടെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈത്തപ്പഴ അച്ചാറും ബീഫ് വരട്ടിയതുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത് ബീഫ് അച്ചാറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അപ്പോഴേതാ നമ്മൾ നല്ല ബീഫും ചൂട് പുട്ടും ബീഫ് വരട്ടിയതും